ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് തടയുമെന്ന വാർത്തയ്ക്കെതിരെ ഫുട്ബോൾ ആരാധകരുടെ പ്രതിഷേധം കനയ്ക്കുകയാണ്. കോൺഗ്രസ് MP ജെബി മേത്തറുടെ സഹോദരൻ ഷാഫി മേത്തറിന്റെ സ്ഥാപനത്തിന് കൊള്ളലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ ആരോപണം. സംസ്ഥാനത്തെ മുഴുവൻ ഡിവൈഎഫ്ഐ SFI യൂണിറ്റുകളിലും ലോകകപ്പ് മത്സരങ്ങളുടെ പൊതുപ്രദർശനങ്ങൾ സംഘടിപ്പിക്കാനാണ് SFIയുടെയും ഡിവൈഎഫ്ഐയുടെയും ആഹ്വാനം. ലോകകപ്പ് ഫുട്ബോൾ പൊതുപ്രദർശനങ്ങൾ കരാർ കമ്പനി തടയുന്നത് ശരിയോ? കോഴിക്കോട് നിന്നും മുബാറക് ചേരുകയാണ്. മുബാറക്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടിയിട്ടുണ്ട്. മുബാറക്, ജനങ്ങളുടെ അഭിപ്രായം എന്ത്? ലോകകപ്പ് ആവേശം ലോകമെങ്ങും അലയടിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ കൊച്ചു കേരളത്തിലും വലിയ രീതിയിലുള്ള ആഘോഷമാണ് ആരാധകർക്കിടയിൽ നടക്കുന്നത്. ചെറിയ ഗ്രാമങ്ങളിലും അതുപോലെ പല ക്ലബ്ബ് കൂട്ടായ്മകളും സ്ക്രീനിങ്ങുകളും ചെറുകിട കൂട്ടായ്മകൾ ചേർന്ന് ഇത്തരത്തിൽ പ്രദർശനങ്ങളും സംഘടിപ്പിക്കുന്നതിന് ഒരു വലിയ നിയമക്കുരുക്ക് നേരിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കരാർ കമ്പനിയുടെ തീരുമാനങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾക്ക് ഭീമമായ തുക ലൈസൻസ് ഫീയായി അടച്ച് കളി കാണേണ്ട അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നും നമുക്ക് കണ്ടുവരാം. ഇത് വാട്സപ്പിൽ 2 ദിവസം മുന്നേ കണ്ടിട്ടുണ്ട് സംഗതി. ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന, ഞാനിപ്പം 3 ലോകകപ്പ് ശരിക്കും കണ്ട ആളാണ്. ഈ 3 ലോകകപ്പിൽ ഇല്ലാത്തൊരു 2 ലോകകപ്പ് കഴിഞ്ഞ് 3ാമത്തെ ലോകകപ്പാണ്. അതപ്പോൾ ഈ ലോകകപ്പിൽ മാത്രം ഇങ്ങനെ ഒരു ഡിമാൻഡ് വരുന്നത് ഏറ്റവും വലിയ അപകടമാണ്. കാണികൾ അത്ര ആവേശത്തോടുള്ളതാണ്. ഇതിന് ജനങ്ങൾ പ്രതികരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ളൊരു ഇതാണ് ഇങ്ങനൊരു ഇത് എടുക്കുന്നത് തന്നെ തെറ്റായ രീതിയാണ് ഞാൻ മനസ്സിലായത്. സ്പോർട്സിനെ എപ്പോഴും ഇന്ത്യ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. ഇത് പ്രോത്സാഹനം ഇല്ലാത്ത രൂപത്തിലേക്കാണ് വരിക. ആരും ഈ കാര്യങ്ങൾ പിന്നെ നടത്താൻ തയ്യാറാവില്ല. ഞങ്ങളിവിടെ ഒരു 10 വർഷത്തോളമായി 6 വർഷത്തോളമായി ഞങ്ങളിത് ഇവിടെ എല്ലാവരും കൂട്ടായ്മയായിട്ട് രാഷ്ട്രീയ വയസ്സിലല്ല, ഒരു ജന സപ്പോർട്ടായിട്ട് ചെയ്യുന്ന സംഗതി. അപ്പോൾ ഞങ്ങളൊരു സഹകരണത്തിൽ അക്കരയും ചെയ്യും ഇക്കരയും ചെയ്യും. കോർപ്പറേറ്റിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വീട്ടിൽ വെച്ചിട്ട് കാണാനുള്ളൊരു സാഹചര്യം, ഇതിൻ്റെ അകത്ത് കാണുന്ന ആ സൗകര്യം നമുക്ക് എവിടെയും കിട്ടൂലല്ലോ. ഞാനൊക്കെ പെരുമണ താമസിക്കുന്നത്, ഞാൻ അവിടുന്ന് ഇവിടെ കളി കാണാനായിട്ട് വന്ന ഫുട്ബോളിന്റെ ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ കാണണമെന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചാനൽ സി നെറ്റ്വർക്കിന്റെ ചാനലൊന്നും എല്ലാ ഡിഷിലും ഇതൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അവൈലബിൾ ആവാൻ വേണ്ടി ഇങ്ങനെ നടത്തുന്ന പരിപാടിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇത് വയ്ക്കുന്നതിനും കാണുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം ആരാധകരാണല്ലോ എല്ലാവരും. നമുക്കിവിടെ കേരളത്തിൽ പൊതുവെ ആരാധകർ കൂടുതലാണ് ഫുട്ബോളിന്. ഞങ്ങളിപ്പോൾ ചെറിയൊരു കൂട്ടായ്മയായിട്ട് ഇത് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പീസ് അടിക്കാന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ അത് കഴിയണം ഇല്ലാതാക്കണം. നമ്മളെല്ലാവരും കൂട്ടായ്മ നിന്നിട്ട് അതിന് പ്രതികരിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, ഒരു ലാഭമില്ല. ഇത് നമ്മളൊരു പീസ് ആളെ കയറ്റുമ്പോൾ ഒരു ടിക്കറ്റ് ഒന്നും വാങ്ങില്ല. അപ്പോൾ നമുക്കത് ഓരോരാളെ കൈമുന്ന് ചില്ലറ വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇനി വേറെ ഇതിലേക്ക് ഒരു പീസും കൂടി കൊടുക്കാൻ താങ്ങാത്ത സംഭവമാണ്. ലാഭത്തിന് വേണ്ടിയല്ലാതെ ഫുട്ബോളിനോടുള്ള പ്രേമം കൊണ്ട് മാത്രം ആരാധകർ ഒരുക്കുന്ന ഇത്തരം സ്ക്രീനിങ്ങുകളെ ഇത്തരത്തിൽ നിന്നുള്ള കരിനിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആരാധകരുടെയും ഫുട്ബോൾ പ്രേമികളുടെയും ആവശ്യം. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സുൽത്താനൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.